ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ നവോത്ഥാന നായകന്മാരെയാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ ജനനം 1772 മെയ് മാസം 22. സ്ഥലം ബംഗാളിലെ രാധാനഗർ. മാതാപിതാക്കൾ രമാകാന്ത റോയ്, താരിണി ദേവി, ഭാര്യ ഉമാദേവി. ആദ്യ സംഘടന 1815 വന്ന ആത്മീയ സഭയാണ്. ഇന്ത്യയിലെ ആദ്യ മതപരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മീയ സഭ. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലുള്ള സംവാദ് കൗമുദി വർഷം 1821, പേർഷ്യൻ ഭാഷയിലുള്ള മിറാത്ത് ഉൾ അക്ബർ 1822. പ്രധാന കൃതികൾ ജീസസിൻ്റെ കൽപ്പനകൾ, തുഫത്തുൽ മുവാഹിദീൻ, ഗിഫ്റ്റ് ടു മോണോത്തിസിസ്. സ്ഥാപിച്ച കോളേജ് വേദാന്ത കോളേജ്, കൊൽക്കത്ത 1825. പ്രധാന സംഘടനയാണ് ബ്രഹ്മസമാജം. 1828 ആഗസ്റ്റ് മാസം 20 സ്ഥാപിച്ചത്. ആദ്യകാല നാമം ബ്രഹ്മസഭ, രണ്ടായി മാറിയത് 1866. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറാണ് നോക്കിയത്. ഭാരതീയ ബ്രഹ്മസമാജം കേശവ് ചന്ദ്ര സെന്നും. തുടർന്ന് സാധാരണ ബ്രഹ്മസമാജം ആനന്ദമോഹൻ ബോസും ശിവാനന്ദ ശാസ്ത്രികളും 1878 മുതൽ ഏറ്റെടുത്ത് നടത്തി. സതി നിർത്തലാക്കിയ വർഷം 1829. വില്യം ബെഞ്ചിക് പ്രഭുവാണ്. അദ്ദേഹം മരിച്ചത് 1833 ലണ്ടനിലെ ബ്രിസ്റ്റോളിൽ വെച്ചാണ്. രാജാറാം മോഹൻ റോയിയുടെ മറ്റ് ചോദ്യങ്ങൾ നോക്കാം. റാം മോഹൻ റോയ്ക്ക് രാജാറാം എന്ന പേര് നൽകിയത് അക്ബർ ഷാ സെക്കൻഡാണ്. ഭാരതത്തിലെ ഭാഷാ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് കൂടിയാണ്. കേരള ബ്രഹ്മസമാജം തുടങ്ങിയത് അയ്യത്താൻ ഗോപാലൻ വർഷം 1898. ഇന്ത്യക്കാരെ സർക്കാർ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്ന് ഇംഗ്ലണ്ടിൽ പോയി ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായ സാമൂഹിക പരിഷ്കർത്താവ്. ബ്രഹ്മസഭ ബ്രഹ്മസമാജമായി മാറിയത് 1830 കൂടിയാണ്. ഹിന്ദു മുസ്ലിം സംസ്കാരത്തിൻ്റെ സന്താനമാണിത്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് എഴുതി. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്നു രാജാറാം മോഹൻ റോയിയെ വിളിച്ചത് മോനിയർ വില്യംസാണ്. വേദങ്ങൾ വിഗ്രഹാരാധനയെ അംഗീകരിച്ചിട്ടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ സംഘടനയായിട്ടുള്ള തത്വബോധിനി സഭയെ റാം മോഹൻ റോയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അടുത്തതായിട്ട് സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് നോക്കാം. ജനനം 1824 ഗുജറാത്തിലെ കത്തിയവാഡ്. യഥാർത്ഥ നാമം മൂൽ ശങ്കർ. ദയാനന്ദ് എന്ന പേരു നൽകിയത് സ്വാമി വിജയാനന്ദയാണ്. സംഘടനകൾ ആര്യസമാജം 1875 ശുദ്ധി പ്രസ്ഥാനവുമാണ്. കൃതികൾ സത്യാർത്ഥ പ്രകാശ്, വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക. മാസികയായിട്ട് വരുന്നത് ആര്യപ്രകാശാണ്. വാചകങ്ങൾ വേദങ്ങളിലേക്കു മടങ്ങുക, സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ, ഇന്ത്യ, ഇന്ത്യക്കാർക്ക്. വിശേഷണങ്ങൾ ഇന്ത്യയുടെ പിതാമഹൻ, ഹിന്ദുമതത്തിലെ കാൽവിൻ. പ്രധാന ശിഷ്യനായിട്ട് വരുന്നത് ലാലാ ലജ്പത് റായ് ആണ്. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞു. വേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദുമത പുനരുദ്ധാരണം ഏതു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യസമാജം. പഞ്ചസിദ്ധാന്തങ്ങൾ ആര്യസമാജത്തിൽ ഉള്ളതാണ്. മരണം 1883 ജോധ്പൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ചു മരിച്ചു. തെക്കേ ഇന്ത്യയുടെ ദയാനന്ദനാണ് രാമലിംഗ അടികൾ. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അദ്ദേഹമാണ്. അടുത്തതായിട്ട് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം 1863 ജനുവരി മാസം 12. സ്ഥലം പശ്ചിമ ബംഗാൾ, കൊൽക്കത്ത ആണ്. ആദ്യകാല നാമം നരേന്ദ്രനാഥ് ദത്ത. മറ്റൊരു പേര് വീരേശ്വർ ദത്ത. ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. ശിഷ്യയായിട്ട് വരുന്നത് സിസ്റ്റർ നിവേദിത.
മാർഗരറ്റ് എലിസബത്ത് നോബിളാണ്. ചിക്കാഗോ സർവമത സമ്മേളനം നടന്നത് 1893 സംഘടന രാമകൃഷ്ണ മിഷൻ 1897 മെയ് മാസം 1 തീയതി സ്ഥാപിച്ചു. രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. സംഘടനയുടെ ആസ്ഥാനം ബേലൂർ മഠമാണ്. പ്രസിദ്ധീകരണങ്ങൾ പ്രബുദ്ധ ഭാരതം ഇംഗ്ലീഷ് ഭാഷയിലും ഉദ്ബോധൻ ബംഗാളി ഭാഷയിലും. പ്രധാന കൃതികൾ കർമ്മയോഗ, വർത്തമാന ഭാരതം, സംഗീത കൽപ്പതരുവാണ്. വിശേഷണങ്ങൾ ഇന്ത്യൻ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചു. ചക്രവാത സദൃശനായ ഹിന്ദു എന്ന് അമേരിക്കൻ ജനത വിശേഷിപ്പിച്ചു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചു. ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. വർഷം 1894. പ്രചരിപ്പിച്ചത് ജംഷഡ്ജി ടാറ്റയ്ക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാൻ പ്രചോദനം നൽകി. ഡോക്ടർ പൽപുവിന് SNDP യോഗം സ്ഥാപിക്കാൻ മാർഗനിർദ്ദേശം നൽകി. ഡോക്ടർ രാധാകൃഷ്ണനെ തത്വചിന്തയിൽ ബിരുദാനന്തര ബിരുദമെടുക്കാൻ പ്രേരിപ്പിച്ചു. പ്രശസ്ത വാചകങ്ങൾ അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവർ മരിച്ചവർക്ക് സമന്മാരാണ്. അതേപോലെ ഭാരതീയനാണെങ്കിൽ അഭിമാനിക്കുക, ഞാനൊരു ഭാരതീയനാണെന്നും ഓരോ ഭാരതീയനും എൻ്റെ സഹോദരനാണെന്നും അഭിമാനത്തോടെ അവകാശപ്പെടുക. പട്ടിണി കിടക്കുന്നവരോട് മരണത്തെപ്പറ്റി സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ്. ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം എന്നും പറഞ്ഞു. അതേപോലെ സംഘടനാ ശക്തിയാണ് അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണ്. ഇതൊക്കെ പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അതേപോലെ തന്നെ ദരിദ്രനോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാ എന്ന് വിളിക്കും, മറിച്ചുള്ളവരെ ദുരാത്മാവെന്നും. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ്. ഇതെല്ലാം പറഞ്ഞു. അതേപോലെ ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവരാൽ നിബോധത. അദ്ദേഹത്തിൻ്റെ മരണം വന്നത് 1902 ജൂലൈ മാസം 4 തീയതി ബേലൂർ മഠത്തിൽ വെച്ചാണ്. യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി 12 കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ യഥാർത്ഥ നാമം ഗദ്ദാധർ ചിത്തോപാധ്യായ, ഗദ്ദാധർ ചാറ്റർജി എന്ന് വിളിക്കും. 1899 1990 പാരീസ് റിലീജിയൻസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് വിവേകാനന്ദൻ. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളി രാജാ രവിവർമ്മ. അടുത്തതായിട്ട് സാർ സയ്യിദ് അഹമ്മദ് ഖാൻ. ജനനം 1817 ഡൽഹിയിലാണ്. സംഘടന അലിഗഡ് പ്രസ്ഥാനം 1875. കോളേജ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് 1875. പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി 1920. INC രൂപീകരണത്തെ എതിർത്ത സംഘടന സ്ഥാപിച്ചു. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷനാണ് ഇത്. വർഷം 1888. കൂടാതെ ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ വാചകം ഇന്ത്യയാകുന്ന വധുവിനെ ഒരു കണ്ണ് ഹിന്ദുവും മറ്റേത് മുസ്ലിമുമാണ് എന്ന് വിഭാവനം ചെയ്തു. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ 2 കണ്ണുകൾ ആണെന്ന് അഭിപ്രായപ്പെട്ടു. പ്രധാന പത്രം തഹ്സീബ് ഉൽ അഖ്ലാബ്. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മുസ്ലിം സമുദായത്തെ പരിഷ്കരിക്കുക എന്നതാണ്. മുസ്ലിം സമുദായത്തെ പരിഷ്കരിക്കാൻ പാശ്ചാത്യ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് പറഞ്ഞു. ഇസ്ലാം മത പരിഷ്കരണത്തിന് ആദ്യ വിത്ത് പാകിയത് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റി സ്ഥാപിച്ച അബ്ദുൽ ലത്തീഫാണ്. എന്നാൽ മുസ്ലിം നവോത്ഥാനത്തിന് പരിഷ്കാരങ്ങൾ വരുത്തിയത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അടുത്തതായിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ജനനം 1838 ബംഗാളിലെ നൈഹത്തിലാണ്. ആദ്യ കൃതി രാജ്മോഹൻ വൈഫാണ്. ഇംഗ്ലീഷിലെ രാജ്മോഹൻസ് വൈഫാണ്. ആദ്യ ബംഗാളി നോവലായിട്ട് വരുന്നത്
ദുർഗേശനന്ദിനി. മറ്റു പ്രധാന കൃതികളാണ് ആനന്ദമഠം, രാജാസിംഹ, ബോസ് കപാൽ കുണ്ടല. ദേശീയ ഗീതം വന്ദേമാതരം 1896 എഴുതി ആനന്ദമഠം കൃതിയാണിത്. മാസിക ബംഗദർശൻ. അദ്ദേഹത്തിൻ്റെ മരണം 1894. ദേശീയ ഗീതം അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24. അടുത്ത നവോത്ഥാന നായകനായിട്ട് മഹാദേവ് ഗോവിന്ദ റാനഡെ. ജനനം 1842 മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. സംഘടന പൂന സാർവജനിക് സഭ 1870 സ്ഥാപിച്ചു. ഈ സംഘടനയിൽ അംഗമായിട്ടുള്ള ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ. വിശേഷണം പശ്ചിമേഷ്യയിലെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആണ് മഹാദേവ് ഗോവിന്ദ റാനഡെ. INC സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കാൻ ആത്മാറാം പാണ്ഡുരംഗിനെ സഹായിച്ചു. അടുത്തതായിട്ട് ആത്മാറാം പാണ്ഡുരംഗ്. പ്രധാന സംഘടന പ്രാർത്ഥനാ സമാജം. വർഷം 1867. സഹായികളായിട്ട് MG റാനഡെ, RG ഫണ്ടാർക്കർ, KT തിലകൊക്കെയാണ്. പ്രധാന ലക്ഷ്യം ഹിന്ദുമത ചിന്തകളെയും അനുഷ്ഠാനങ്ങളെയും ആധുനിക വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക. കൂടാതെ മിശ്രവിവാഹം, മിശ്രഭോജനം, വിധവാ പുനർവിവാഹം എന്നിവയുടെ പുരോഗതിയൊക്കെയാണ്. ആത്മാറാം പാണ്ഡുരംഗ് പണ്ഡിത രമാഫായെ കുറിച്ച് നോക്കാം. ജനനം 1858 ഏപ്രിൽ മാസം 23 കർണാടകയിലെ കാനറ ജില്ലയിലാണ്. 1878 കൽക്കട്ട സർവകലാശാല അവർക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകി. സംഘടന ആര്യ മഹിളാ സമാജം പൂനെയിലും. സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിധവകളുടെ ഉന്നമനം, ബാലവിവാഹം നിരുത്സാഹപ്പെടുത്താനും ആയിട്ട് വന്ന പ്രസ്ഥാനമാണ് ആര്യ മഹിളാ സമാജം. സംഘടന ശാരദാ സദൻ. വർഷം 1889 മുംബൈയിൽ സ്ഥാപിച്ചു. പിന്നീട് പൂനെയിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റി. വിധവാ വിവാഹത്തെക്കുറിച്ചുള്ള സംഘടന മുക്തി സദൻ, അതേപോലെ കൃപാ സദൻ. പ്രധാന കൃതി ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. അടുത്തതായിട്ട് ജ്യോതിറാവു ഫുലെ അഥവാ മഹാത്മാ ഫുലെയെക്കുറിച്ച് നോക്കാം. ജനനം 1827 ഏപ്രിൽ മാസം 11 മഹാരാഷ്ട്രയിലെ സത്താറയിലാണ്. സംഘടന സത്യശോധക് സമാജം. 1873 പൂനെയിൽ സ്ഥാപിച്ചു. കൃതി ഗുലാംഗിരി. അടിമത്തത്തെക്കുറിച്ചാണ് ഗുലാംഗിരി പറയുന്നത്. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനാണ് ജ്യോതിറാവു ഫുലെ. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ധനഞ്ജയ കീർ വിശേഷിപ്പിച്ചു. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് 1888 റാവു ബഹദൂർ വിതൽ റാവു കൃഷ്ണാജി വന്ദേക്കറാണ്. ഇന്ത്യൻ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ മാർഗദർശികളായിട്ട് അറിയപ്പെടുന്നത് മഹാത്മാ ഫുലെയും ഭാര്യ സാവിത്രി ഭായ് ഫുലെയുമാണ്. ഡോക്ടർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു. ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എല്ലാം ജ്യോതിറാവു ഫുലെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഛത്രപതി ശിവജിയുടെ ജന്മദിനം ആഘോഷിച്ചത് മഹാത്മാ ഫുലെയാണ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകാരിയായിട്ടുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം കൊണ്ടുവന്നു. അടുത്തതായിട്ട് വീരേശലിംഗം പന്തലു. ആന്ധ്രാപ്രദേശിലെ നവോത്ഥാനമാണ് വീരേശലിംഗം പന്തലു നോക്കിയത്. സംഘടനയായിട്ട് ഹിതകാരിണി സമാജം, മദ്രാസ് ഹിന്ദു അസോസിയേഷൻ 1892 ഒക്കെയാണ്. മാസിക വിവേകവർദ്ധിനി. ആനി ബസന്റിനെ കുറിച്ച് നോക്കുമ്പോൾ ആനി ബസന്റിൻ്റെ ജനനം 1847 ലണ്ടനിലാണ്. ഇന്ത്യയിലേക്ക് വന്നത് 1893. തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവന്നത് 1875. മാഡം ബ്ലാവസ്കി, കേണൽ ഓൾക്കോട്ടൊക്കെ ചേർന്നിട്ടാണ്. ആനി ബസന്റ് അംഗമായി മാറിയത് 1889 അടയാറിൽ വെച്ചാണ്. നേതൃത്വം ഏറ്റെടുത്തു. പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ. സെൻട്രൽ ഹിന്ദു സ്കൂൾ വാരണാസിയിൽ സ്ഥാപിച്ചു. മദ്രാസ് ഹിന്ദു അസോസിയേഷൻ, ഹോം റൂൾ പ്രസ്ഥാനം 1916 അടയാറിൽ കൊണ്ടുവന്നു. 1917 INC വനിതാ പ്രസിഡൻ്റായിട്ട് കൊൽക്കത്തയിൽ ചുമതലയേറ്റു.
ഇന്ത്യയിൽ വിമൻസ് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ഒക്കെയാണ് ആനി ബെസൻറ്റ്. ആനി ബെസൻറ്റിൻ്റെ കൃതികളാണ് വേക്കപ്പ് ഇന്ത്യ, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത് എങ്ങനെ, ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിതയാണ് ആനി ബെസൻറ്റ്. 1933 അടയാറിൽ വെച്ച് അന്തരിച്ചു. അടുത്തതായിട്ട് രവീന്ദ്രനാഥ ടാഗോർ. ജനനം 1861 കൊൽക്കത്തയിലാണ്. വീട്ടുപേര് ജോരസംഗോ ഭവനം. ഭാര്യ മൃണാലിനി ദേവി. നോബൽ സമ്മാനം നേടിയത് 1913 ഗീതാഞ്ജലി എന്ന കൃതിക്കാണ്. ദേശീയഗാനം ജനഗണമന എഴുതി തയ്യാറാക്കി. 1911 ബംഗാളി ഭാഷയിലാണ്, പിന്നീട് ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്തു. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം 1896 ആദ്യമായിട്ട് ആലപിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായിട്ടുള്ള അമർ സോന ബംഗ്ല ഗാനം രചിച്ചതും രവീന്ദ്രനാഥ ടാഗോർ. ശ്രീനികേതൻ പ്രോജക്റ്റ് അഥവാ ഗ്രാമോദ്ധാരണം കൊണ്ടുവന്നു. ശാന്തിനികേതൻ 1901, വിശ്വഭാരതി 1921 കൊൽക്കത്തയിലൊക്കെ കൊണ്ടുവന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആകാശവാണിക്ക് പേര് നൽകി. അമർത്യ സെന്നിനു അമർത്യ എന്ന് പേര് നൽകി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചു. നെഹ്റുവിനെ ഋതുരാജൻ എന്നൊക്കെ വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബുദ്ധനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തി എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചു. ഗുരുദേവ് എന്ന് ഗാന്ധിജി ടാഗോറിനെയും വിളിച്ചു. ആദ്യ കവിതാ സമാഹാരം കബി കഹാനി, ആദ്യ ചെറുകഥ ഫിഗാരിനി, അഭിനയിച്ച നാടകം വാൽമീകി പ്രതിഭ, ആദ്യ പ്രസിദ്ധീകരിച്ച കവിത അഭിലാഷാണ്. പ്രധാന കൃതി കാബൂളിവാല, പൂന്തോട്ടക്കാരൻ, പഹല നമ്പർ, തീൻ കന്യ, സമാപ്തി, പോസ്റ്റ് ഓഫീസ്, ഗോറ, ഡാർക്ക് ചേംബർ, ദ റോക്ക് ഗാർഡൻ തുടങ്ങിയവ ഒക്കെയാണ്. ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയത് വില്യം ബർട്ടൺ യേറ്റ്സ് ആണ്. ഗീതാഞ്ജലി മലയാളത്തിലേക്ക് എഴുതി തയ്യാറാക്കിയത് ജി ശങ്കരക്കുറുപ്പാണ്. 1915 ഹാർഡിഞ്ച് പ്രഭു ടാഗോറിനെ സർ പദവി നൽകി വിശേഷിപ്പിച്ചു. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സാർ ബഹുമതി അദ്ദേഹം തിരിച്ചു നൽകി. 1941 അന്തരിച്ചു. റെയിൽവേ 2011 ഓർമ്മയ്ക്കായിട്ട് സംസ്കൃതി എക്സ്പ്രസ് ആരംഭിച്ചു. കാലത്തിൻ്റെ കപോലത്തിൻ്റെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിന് എതിരായിട്ടുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം ടാഗോറിൻ്റെയാണ്. യന്ത്രവിശ്വം ഭവത്യേക നീടം എന്ന് വിശ്വഭാരതി സർവകലാശാലയിൽ എഴുതി വച്ചിരുന്നു. അടുത്തതായിട്ട് ദാദാഭായ് നവറോജിയെക്കുറിച്ച് നോക്കാം. ജനനം 1825 ബോംബെ പ്രവിശ്യയിലാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ധനതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്. INCക്ക് ആ പേര് നൽകിയത് INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് എന്നെല്ലാം ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിക്കാൻ മുൻകൈയെടുത്തു. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. രസ്ത് ഗോഫ്താർ അഥവാ ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപനാണ് അദ്ദേഹം. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം അദ്ദേഹത്തിൻ്റെ ആണ്. ചോർച്ചാ സിദ്ധാന്തം അഥവാ ഊറ്റിയെടുക്കൽ സിദ്ധാന്തം ഡ്രെയിൻ തിയറി ആവിഷ്കരിച്ചു. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നതാണ് ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട കൃതി. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ബ്രിട്ടൻ. 1886, 1893, 1906 എന്നീ വർഷങ്ങളിൽ INC പ്രസിഡൻ്റായിട്ടിരുന്നു. 1917 മരണം സംഭവിച്ചു. അടുത്തതായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ.
ജനനം 1875 ഒക്ടോബർ മാസം 31 തീയതി. സ്ഥലം ഗുജറാത്തിലെ കേദ ജില്ലയിലെ നാദിയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. ഇന്ത്യയുടെ ബിസ്മാർക്ക്, ബർദോളി ഗാന്ധി, മൗലിക അവകാശങ്ങളുടെ ശില്പി, അഖിലേന്ത്യാ സിവിൽ സർവീസിൻ്റെ പിതാവ്. എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ പോലീസിൻ്റെ വന്ധ്യവയോധികൻ. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് ആചരിക്കാൻ തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. ആദ്യ ഉപപ്രധാനമന്ത്രി, ആദ്യ ആഭ്യന്തരമന്ത്രി, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രി. ഇതെല്ലാം സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കൂടിയാണ്. 1918 കേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തു. 1931 INC സമ്മേളനത്തിൽ മൗലിക അവകാശങ്ങൾ ഒപ്പുവെച്ചു. കറാച്ചിയിൽ വെച്ചാണ് ഈ സമ്മേളനം നടന്നത്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചു. സർദാർ പട്ടേൽ പോലീസ് അക്കാദമി ഹൈദരാബാദിലും സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലം ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേൽ സ്റ്റേഡിയം അഹമ്മദാബാദിലും സ്ഥിതി ചെയ്യുന്നു. സ്വന്തമായിട്ട് റേഡിയോ സ്റ്റേഷനുള്ള സർവകലാശാലയാണ് സർദാർ പട്ടേൽ സർവകലാശാല, അഹമ്മദാബാദ്. സർദാർ പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ഗാന്ധിജിയാണ്. സർദാർ വല്ലഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂററ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രതിമ നർമ്മദ നദീതീരത്താണ്. 182 മീറ്റർ ഉയരമുള്ള പ്രതിമയാണ് ഇത്. വല്ലഭായ് പട്ടേൽ സ്മാരകം അഹമ്മദാബാദ്. സർദാർ പട്ടേൽ എയർപോർട്ടും അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മൗലിക അവകാശ കമ്മിറ്റിയുടെയും ന്യൂനപക്ഷ കമ്മിറ്റിയുടെയും അംഗമായിട്ടിരുന്നു. ട്രൈബൽ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. മരണാനന്തര ഭാരത് രത്നം 1991 ലഭിച്ചു. എനിക്ക് ഒരേ ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞു. ഗാന്ധിജിയുടെ മരണസമയത്ത് സംസാരിച്ചിരുന്ന പ്രധാന നേതാവാണ് അദ്ദേഹം. 1950 ഡിസംബർ മാസം 15 മരണം കൈവരിച്ചു. അടുത്തതായിട്ട് വിനോബ ഭാവെ. ജനനം 1895 മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിരീക്ഷകനായിട്ട് മാറി. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി. 1940 വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യമായിട്ട് തിരഞ്ഞെടുത്തു. മാഗ്സസെ പുരസ്കാരം 1958 ആദ്യമായിട്ട് നേടിയത് വിനോബ ഭാവെക്കാണ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവി എന്ന് വിളിച്ചു. ഭൂദാന പ്രസ്ഥാനം തെലങ്കാനയിലെ പൊച്ചംപള്ളിയിൽ 1951 ആരംഭിച്ചത് വിനോബ ഭാവെയാണ്. അടുത്തതായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നോക്കാം. ജനനം 1897 ജനുവരി മാസം 23 തീയതി ഒറീസയിലെ കട്ടക്കിലാണ്. ദേശ് പ്രേം ദിവസായിട്ട് ജനുവരി 23 ആചരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 23 ദേശ് പ്രേം ദിവസ്. പിതാവ് ജാനകിനാഥ് ബോസ്, മാതാവ് പ്രഭാവതി, ഭാര്യ എമിലി ശെങ്കൽ. രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്കാണ്. 1939 മുതൽ. സംഘടന ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ലീഗ് 1927. വാചകങ്ങൾ ദില്ലി ചലോ, ജയ് ഹിന്ദ്, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. മറ്റു പേരുകൾ നേതാജി, ദേശനായക്, ടാഗോറിനെ വിളിച്ചു. ഒർലാൻഡ മസാട്ട എന്ന് ജർമ്മനിയിൽ വെച്ചും പേരുകൾ ലഭിച്ചു. സ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. ആത്മകഥ ദ ഇന്ത്യൻ സ്ട്രഗിൾ അപൂർണ ആത്മകഥയാണ്. ആൻ ഇന്ത്യൻ പിൽഗ്രിം. കൃതികൾ ദ ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ലെറ്റേഴ്സ് ടു എമിലി ശെങ്കൽ. രാഷ്ട്രീയ ഗുരു CR ദാസാണ്. INC പ്രസിഡന്റ് ആദ്യമായിട്ട് ആയത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. INC തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് 1939 ത്രിപുരയിലായി. 52ാം തവണയാണ് അദ്ദേഹമായത്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു 1943. ആസാദ് ഹിന്ദ് ഫൗജ് സംഘടന
1942 സിംഗപ്പൂരിൽ സ്ഥാപിച്ചു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ് എന്ന് വിളിച്ചു. തായ്വാൻ്റെ തലസ്ഥാനമായിട്ടുള്ള തായ്പേയിൽ നടന്ന വിമാന അപകടത്തിൽ മരിച്ചതായിട്ട് കരുതപ്പെടുന്നു. മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, ഗോഖ്ലെ കമ്മീഷൻ തിരോധാനം അന്വേഷിച്ചത് ഇദ്ദേഹമാണ്. നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രത്തിലാണ്. മരണം 1945 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചു. ദണ്ഡി യാത്രയെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള യാത്ര എന്നും വിളിച്ചു. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായിട്ട് വിളിച്ചതും ഇദ്ദേഹമാണ്. അടുത്തതായിട്ട് BR അംബേദ്കർ. ജനനം 1891 ഏപ്രിൽ മാസം 14-ാം തീയതി. ദേശീയ ജലദിനമാണ് ഏപ്രിൽ മാസം 14-ാം തീയതി. സ്ഥലം മധ്യപ്രദേശിലെ മോവിലാണ്. പത്രങ്ങൾ മൂകനായകും ബഹിഷ്കൃത ഭാരതും. സംഘടന മഹർ പ്രസ്ഥാനം, ബഹിഷ്കൃത ഹിതകാരിണി സഭ 1923. ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ 1942. കൃതികൾ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, കാസ്റ്റ് ഇൻ ഇന്ത്യ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, വെയിറ്റിംഗ് ഫോർ എ വിസ, ബുദ്ധ ഓർ കാറൽ മാർക്സ് എന്നിവയൊക്കെയാണ്. ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചതിൻ്റെ പേരിൽ മനുസ്മൃതി കത്തിച്ചു. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നെല്ലാം അറിയപ്പെടുന്നത് BR അംബേദ്കറിനെയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആധുനിക മനു എന്നറിയപ്പെടുന്നു. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് 1956-ലാണ്. ബുദ്ധമതം സ്വീകരിച്ചത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ദീക്ഷാഭൂമിയിൽ വെച്ചാണ്. മരിച്ചത് 1956 ഡിസംബർ മാസം 6-ാം തീയതി. ഡിസംബർ 6 മഹാപരി നിർവാൺ ദിവസ് ആയിട്ട് ആചരിക്കുന്നു. ബാബാ സാഹിബ് എന്നറിയപ്പെട്ടു. അടുത്തതായിട്ട് ബാലഗംഗാധര തിലകൻ. ജനനം 1856 ജൂലൈ മാസം 23-ാം തീയതി. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ്. പത്രങ്ങളായിട്ട് മറാത്ത, കേസരി. കൃതികൾ ഗീതാരഹസ്യം, ആർട്ടിക് ഹോം, ഇൻ ദ വേദാസ് എന്നിവയൊക്കെയാണ്. വിശേഷണം ലോകമാന്യ, ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നൊക്കെയാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് പത്രപ്രവർത്തകനായിട്ടുള്ള വാലന്റൈൻ ഷിറോൾ ആണ്. ഇന്ത്യൻ അരാജകതത്വത്തിൻ്റെ പിതാവ്. മഹാരാഷ്ട്രയിലെ ഗണേശോത്സവം, ശിവജി ഉത്സവം ആരംഭിച്ചതും ബാലഗംഗാധര തിലകനാണ്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്: കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിളിച്ചു. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം. അടുത്തതായിട്ട് ഹോം റൂൾ ലീഗ് 1916 പൂനെയിൽ സ്ഥാപിച്ചു. ബർമയിൽ മാണ്ഡല ജയിലിൽ 6 വർഷം 1908 മുതൽ കഴിഞ്ഞു. ബർമയിലേക്ക് നാടുകടത്തപ്പെട്ടത് 1908-ലാണ്. ഗാന്ധി കഴിഞ്ഞാൽ കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞത് ബാലഗംഗാധര തിലകനെയാണ്. 1916 ലക്നൗ ഉടമ്പടിയുടെ ശില്പി കൂടിയാണ് ബാലഗംഗാധര തിലകൻ. മറാത്ത കേസരി എന്നറിയപ്പെടുന്നു. 1920 ആഗസ്റ്റ് 1 അന്തരിച്ചു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമെന്ന് പറഞ്ഞു. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് കൂടിയാണ്. ആര്യന്മാരുടെ വരവ് ആർട്ടിക് പ്രദേശത്ത് നിന്നാണ് എന്ന് പറഞ്ഞു. ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ പൂനെയിൽ ആരംഭിച്ചതും ഇദ്ദേഹമാണ്. അടുത്തതായിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ. ജനനം 1866 മെയ് മാസം 9-ാം തീയതി. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ്. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെടുന്നു. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ബാലഗംഗാധര തിലകനാണ് വിളിച്ചത്. ഇന്ത്യയുടെ വജ്രം, മിതവാദികളുടെ നേതാവ്, രാഷ്ട്രീയ ഗുരു കൂടിയാണ് ഇദ്ദേഹം. MG റാനഡെയാണ്
ഗോപാലകൃഷ്ണ ഗോഖലെ രാഷ്ട്രീയ ഗുരു എന്ന് വിളിച്ചത്. INC പ്രസിഡന്റ് 1905 ബനാറസ് സമ്മേളനത്തിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് ദ നേഷൻ, ജ്ഞാനപ്രകാശ്, ഹിതവാദ ഇംഗ്ലീഷ് ഭാഷയിലും. മുസ്ലിം സംഘടനയായിട്ടുള്ള സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 സ്ഥാപിച്ചു. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ഗോഖലെയെ വിളിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിളിച്ചു. ഗാന്ധിജി ഗംഗയോട് ഉപമിച്ചു. അസാധാരണ മനുഷ്യൻ എന്ന് കഴ്സൺ പ്രഭു വിശേഷിപ്പിച്ചു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു കൂടിയാണ്. മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി. റാനഡെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് സ്ഥാപിച്ചു. 1915 ഫെബ്രുവരി 19 അദ്ദേഹം അന്തരിച്ചു. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഇന്ത്യൻ നവോത്ഥാന നായകന്മാർ എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും LDC, LGS തുടങ്ങിയ പരീക്ഷകൾക്കായിട്ടുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളും ഹോട്ട് ടോപ്പിക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.